മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയുന്ന ഏറ്റവും ലളിതമായ വസ്തുതയാണ് മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ഏകനായി ജീവിക്കാൻ കഴിയുന്നവനല്ല, സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തന്റെ സമൂഹത്തിൽ ചില ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കാൻ നിർബന്ധിതനുമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ, അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവബോധത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ, അള്ളാഹുവിന്റെ ദീൻ മുന്നോട്ട് വെക്കുന്ന ജീവിത കാഴ്ചപ്പാടുകളോടും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ജീവിതത്തോടും നാം അകന്നു മാറുമ്പോൾ സ്വാഭാവികമായും സ്വാർത്ഥതയുടെ ഒരു ലോകം നമുക്ക് മുമ്പിൽ സ്ഥാപിക്കപ്പെടും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വാർത്ഥതയാണ് തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും തന്റെ വിശാലമായ ജീവിത കാഴ്ചപ്പാടുകളിൽ നിന്നും അള്ളാഹുവിന്റെ ദീനിൽ നിന്നുമൊക്കെ മനുഷ്യനെ ചുരുങ്ങിയ ഒരു ലോകത്തേക്ക് വലിച്ചു കൊണ്ടുവന്നെത്തിക്കുന്നത്. ഞാൻ ആദ്യമേ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ വളരെ ലളിതമായ അധ്യായം എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും മനഃപ്പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. വൽ അസ്ർ, കാലം സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം നഷ്ടത്തിലേക്ക് പോയിരിക്കുന്നു, നഷ്ടക്കാരായി മാറിയിരിക്കുന്നു. എല്ലാ മനുഷ്യരും നഷ്ടക്കാരിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് ഒരു വലിയ ആമുഖം പറഞ്ഞതിന് ശേഷം ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കൂട്ടരെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ആ വിഭാഗത്തിന് 4 ക്വാളിറ്റിയുള്ള ആളുകളാണ്. അതിൽ ഒന്നാമത്തേത് ഇല്ലല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്, അവരുടെ വിശ്വാസം അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന അവരുടെ ആദർശമാണ് അതിൽ ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം ആ ആദർശത്തിനനുസരിച്ച് അമലുസ്വാലിഹാത്തുകൾ കൊണ്ട് ജീവിതത്തെ മനോഹരമായി നിർമ്മിച്ചെടുക്കലാണ്. മൂന്നാമത്തെയും നാലാമത്തെയും വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. എന്താണത് ഇത്ര പറയാൻ എന്നൊരു പക്ഷേ നമ്മൾ ആലോചിക്കും. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. വതവാസൗ ബിസ് സബ്ർ, സബ്ർ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ അധ്യായത്തിൽ വിശ്വാസവും വിശ്വാസത്തിനനുസരിച്ച് ക്രമീകരിച്ചെടുക്കുന്ന ജീവിതവും ഒക്കെ വ്യക്തിപരമായി ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ നിർവഹിച്ചെടുക്കാവുന്ന ചില കടമകളാണ്. പക്ഷെ മൂന്നാമതും നാലാമതും പറഞ്ഞ പാഠം വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, അത് വ്യക്തിപരമല്ല, അത് സാമൂഹ്യ പാഠമാണ്. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പരസ്പരം ഉപദേശിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. ഒരു കൂട്ടർ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക, മറുകൂട്ടർ കേട്ടുകൊണ്ടേയിരിക്കുക എന്നതല്ല. തവാസൗ, പരസ്പരമുള്ള ചൂണ്ടിപ്പറച്ചിലുകളാണ്, പരസ്പരമുള്ള ഉത്ബോധിപ്പിക്കലുകളാണ്. ഈ പരസ്പരമുള്ള ഉപദേശങ്ങളിലൂടെ സമൂഹത്തെ തെറ്റുകളിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്ന അതിമഹത്തായ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഹക്കും സബറുമാണ്.
അതിലവൻ കൈക്കൊള്ളേണ്ട നയം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിന്റെയും സബറിന്റേതുമാണ്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചത് അദ്ദീനു അൻ-നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ധാരാളം കേട്ട് പരിചയമുണ്ട്. ദീൻ ഗുണകാംക്ഷയാണ്. എന്താണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് ചോദിച്ചാൽ ഒരുപാട് വിശദാംശങ്ങളും ഒരുപാട് നിർവചനങ്ങളും നമുക്ക് പറയാം. പക്ഷെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ പഠിപ്പിക്കുകയാണ്, ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ഖാലു ലിമൻ യാ റസൂലല്ലാഹ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ ആരോടുള്ള ഗുണകാംക്ഷയാണ്? ഞങ്ങളുടെ മാതാപിതാക്കളോടുള്ള ഗുണകാംക്ഷയാണോ? മക്കളോടുള്ള ഗുണകാംക്ഷയാണോ? സഹോദരങ്ങളോടുള്ള ഗുണകാംക്ഷയാണോ? അയൽവാസികളോടുള്ള ഗുണകാംക്ഷയാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വ ആമ്മത്തിഹി. ഈ നസീഹ എന്ന് പറയുന്ന ഗുണകാംക്ഷ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടുള്ള ഗുണകാംക്ഷയാണ്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഗുണകാംക്ഷയാണ്, ഉമ്മത്ത് മുസ്ലിമയുടെ നേതാക്കളോടുള്ള ഗുണകാംക്ഷയാണ്, വലി ആമ്മത്തിഹി മുഴുവൻ മനുഷ്യരോടുമുള്ള മുഴുവൻ വിശ്വാസികളോടുമുള്ള ഗുണകാംക്ഷയാണ്. യഥാർത്ഥത്തിൽ ഗുണകാംക്ഷ എന്ന് പറയുന്നത് ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണോ? ഞാൻ എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുൻപ് നടത്തിയ ഖുതുബയിലെ അള്ളാഹുവിന്റെ ദീൻ സമഗ്രമായ ജീവിതത്തിന്റെ സർവതല സ്പർശിയായ വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ, സദാചാരപരമായ, ധാർമ്മികമായ, നൈതികമായ ഒരു മേഖല പോലും ഒഴിച്ചു നിർത്താനില്ലാത്ത വിധം ഒരു വിശ്വാസിയുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ദീൻ സമഗ്രമാണ്. ആ സമഗ്രതയെ ജീവിതത്തിൽ നിലനിർത്തേണ്ടത്, സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിർത്തേണ്ടത് ഇടപെടലുകളിലൂടെയാണ്, മൗനത്തിലൂടെയല്ല, നിസ്സംഗതയിലൂടെയല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അസ്ർ ഓതി പറയുമ്പോൾ പരസ്പരം ഉപദേശിക്കാതെയും നന്മ കൽപ്പിക്കാതെയും തിന്മ വിരോധിക്കാതെയും മാറി നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കാരിൽപ്പെട്ടവനാണ് എന്ന് പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ 8 സ്ഥലങ്ങളിൽ അംറും ബിൽ മഅറൂഫ് വ നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഒരു സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ വാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നന്മ ചെയ്യുക എന്നല്ല ആ 8 സ്ഥലത്ത് പറഞ്ഞത്. തിന്മയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എളുപ്പമാണ്. നന്മ ചെയ്താൽ മതി, തിന്മയിൽ നിന്ന് മാറി നിന്നാൽ മതി. പക്ഷെ 8 സ്ഥലത്തും വിശുദ്ധ ഖുർആൻ കൽപ്പനക്രിയയിലൂടെ പഠിപ്പിച്ചത് നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നതാണ്. ആരോടാണ് കൽപ്പിക്കേണ്ടത്? നന്മ കൽപ്പിക്കേണ്ടത് ആരോടാണ്? സ്വന്തത്തോട് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ മക്കളും ഇണകളും സഹോദരങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ വൃത്തം നമ്മുടെ കുടുംബത്തിനകത്താണോ? നന്മ കൽപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളുടെ സാമൂഹ്യ ഉത്തരവാദിത്തമായി പഠിപ്പിക്കുന്നത് അവർ ജീവിക്കുന്ന ചുറ്റുപാടിനോടാണ്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളോടാണ്. ഏത് മേഖലയിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾ അടർന്നു പോകുന്നത്, ആ അടർന്നു പോകുന്ന ഇടങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിനെ സ്ഥാപിച്ചെടുക്കലാണ്.
സാംസ്കാരികമാകാം, രാഷ്ട്രീയമാകാം. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചത് ലതൻഖുലന്ന ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ, തീർച്ചയായും ഇസ്ലാമിന്റെ കയർ, ഇസ്ലാമിന്റെ പാശം, ഹബ്ലുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയ അള്ളാഹുവിന്റെ ദീനാകുന്ന കയർ ഓരോ ഇഴകളായി മുറിഞ്ഞു പോകുന്ന ഒരു ഘട്ടമുണ്ടാകും. നല്ല ബലിഷ്ഠമായ കയറാണ്. പക്ഷേ ആ കയറിങ്ങനെ ഉറവത്തൻ ഉറവ ഓരോ ഇഴകളായിട്ട് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഫകുല്ലമാ ഇൻതഖലത് ഉറവത്തൻ, ഏതെല്ലാം ഘട്ടങ്ങളിൽ ഈ കയറിന്റെ ഇഴകൾ ഓരോന്നും അഴിഞ്ഞു പോകുന്നുണ്ടോ, തശബ്ബത്തിന്നാസു ബില്ലത്തി തലിയഹ, ആ ഘട്ടങ്ങളിൽ മനുഷ്യർ തൊട്ടടുത്ത ഇടയിലേക്ക് ചേർത്ത് പിടിക്കും. ഇസ്ലാമിന്റെ കയറിങ്ങനെ അഴിഞ്ഞു പോകും. അഴിഞ്ഞു പോകുമ്പോൾ മനുഷ്യർ അതിന്റെ തൊട്ടടുത്ത ഇടയിലേക്ക് ചേർത്ത് പിടിക്കും. ആ തശബ്ബസ് എന്ന് പറയുന്ന പദപ്രയോഗത്തിന് ചിലന്തിയുടെ വലയോട് സാദൃശ്യമുണ്ട് എന്നാണ്. ചിലന്തിയുടെ വലയിലെ ഒരു വല പൊട്ടിയാൽ ആ ചിലന്തി അടുത്ത വലയിലേക്ക് കയറി പിടിക്കും. അത് മുറിഞ്ഞാൽ അടുത്തതിലേക്ക് കയറി പിടിക്കും. എല്ലാ വലയും മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭിത്തിയിലൂടെ നടക്കും. ഈ ഒരു അള്ളിപ്പിടിക്കലുണ്ടല്ലോ, അതുപോലെ വിശ്വാസികൾ ഇസ്ലാമിന്റെ കയറിന്റെ ഓരോ ഇഴകൾ ഇങ്ങനെ അഴിഞ്ഞു പോകുമ്പോ അടുത്തതിലേക്ക് ഇങ്ങനെ കയറി പിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅവ്വലുഹുന്ന നഖലൻ അൽ ഹുക്ം, അതിലാദ്യം അഴിഞ്ഞു പോകുന്ന കയറിന്റെ ഇഴ എന്ന് പറയുന്നത് അൽ ഹുക്ം, ഭരണാധികാരമായിരിക്കും, അധികാരമായിരിക്കും. എത്ര ഗൗരവപ്പെട്ട വർത്തമാനമാണ്, ആലോചിച്ച് നോക്കൂ. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പുറപ്പെട്ടത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെടുമ്പോ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു സംവിധാനം രൂപീകരിക്കാൻ കഴിയുന്ന ഒരു നാട് തേടിയുള്ള പ്രയാണം. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നുണ്ട്. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖുലഫാഉർ റാഷിദീൻ, നമുക്കറിയുന്ന കൃത്യമായ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞ ഖുതുബയിലൊക്കെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ്, നമ്മൾ കാണുന്ന രാഷ്ട്രീയമല്ല, ഒരുപാട് രാഷ്ട്ര ഭരണാധികാരികളും ഭരണകൂടങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. റഷ്യയിൽ ജോസഫ് സ്റ്റാലിൻ, അദ്ദേഹം ഒരിക്കൽ അസംബ്ലിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. അസംബ്ലിയിലെ അസംബ്ലി അംഗങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോൾ അദ്ദേഹം കടന്നു വന്നത് ഒരു കോഴിയെ കൈ പിടിച്ചിട്ടാണ്. ആ കോഴിയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം അസംബ്ലിയിലെ ഓരോ അംഗങ്ങളും നോക്കി നിൽക്കെ ഓരോ തൂവലുകളും അതിന്റെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റി. അവസാനം വളരെ കുറച്ചു മാത്രം തൂവലുകൾ ബാക്കി നിൽക്കെ ആ അസംബ്ലിയുടെ നടുത്തളത്തിലേക്ക് കോഴി ഇറക്കി വിട്ടു. എല്ലാവരും സ്തബ്ധരായി നോക്കി. അപ്പോഴദ്ദേഹം തന്റെ ബാഗിൽ നിന്നൊരു പൊതിയെടുത്തിട്ട് ഒരൽപ്പം ധാന്യമണി എടുത്തിട്ട് തന്റെ കാൽക്കീഴിലേക്ക് വിതറി കൊടുത്തു. ചുറ്റുപാടുമല്ല, തന്റെ കാൽക്കീഴിലേക്ക് വിതറി കൊടുത്തു. ഈ ധാന്യമണികൾ തിന്നാൻ വേണ്ടി ശരീരത്തിലെ തൂവലുകൾ ഓരോന്നും നഷ്ടപ്പെട്ടു പോയ ഈ കോഴി ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം അസംബ്ലിയിലെ അംഗങ്ങളോട് പറഞ്ഞു, ഇതാണ് രാഷ്ട്രീയം, ഇതാണ് രാഷ്ട്രീയം. നമ്മൾ ഇങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത്. എല്ലാം കഴിയുമ്പോൾ അവർക്കൊരൽപ്പം ആനുകൂല്യങ്ങൾ കൊടുത്താൽ അവർ നമ്മുടെ കാൽക്കീഴിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ. ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ് വിശദീകരിക്കേണ്ടതില്ലാത്ത, നമ്മളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ആനുകാലിക രാഷ്ട്രീയ സംവിധാനങ്ങളെ ഓരോന്നിനെയും ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ്.
ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ നന്മയിലും മനുഷ്യന്റെ പുരോഗതിയിലും മനുഷ്യന്റെ ക്ഷേമത്തിലും അധിഷ്ഠിതമായ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചെടുക്കുന്നത്. ആ സങ്കല്പമാണ് നിങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ കയറിൽ നിന്ന് ഏറ്റവും ആദ്യം മുറിഞ്ഞു പോവുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത്. അതിന്റെ അവസാനത്തെ ഘട്ടവും 1924 ഖിലാഫത്തിന്റെ തകർച്ചയോടുകൂടി കഴിഞ്ഞു. പേരിലെങ്കിലും ഉണ്ടായിരുന്നത്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല, ഇരിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്, വആഖിറുഹുന്ന അസ്സലാത്ത്. അള്ളാഹുവിന്റെ ആ കയറിൽ നിന്ന് ആദ്യം അഴിഞ്ഞു പോകുന്നത് ഭരണമാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം അഴിഞ്ഞു പോകുന്നത് അസ്സലാത്ത്, നമസ്കാരമാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരുപാട് ഇഴകളുണ്ട്. ശരി, അധികാരം പോയി, എന്നാൽ പിന്നെ ഇസ്ലാമിന്റെ സാംസ്കാരികമായ ഈ മൂല്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് മുസ്ലിം സമൂഹം ചിന്തിച്ചു. സാംസ്കാരികമായി ഉയർന്ന സംസ്കാരമുണ്ടല്ലോ, ആ സാംസ്കാരികമായ നിലവാരം ആര് കൊണ്ടുപോയി? ലിബറൽ ചിന്താഗതികൾ കടന്നു വന്നതോടുകൂടി ഇസ്ലാമിന്റെ ആ സംസ്കാരവും കടന്നുപോയി. ഞങ്ങളുള്ളത് കൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഒഴിവാക്കിയത് എന്ന് ചില സംഘടനാ നേതാക്കളെങ്കിലും പ്രസംഗിക്കുന്നിടത്തേക്ക് മുസ്ലിം പെൺകുട്ടിയുടെ തലയിലെ തട്ടമെടുത്ത് മാറ്റിയത്, ഇസ്ലാമിന്റെ ഒരു ചിഹ്നം ഒഴിവാക്കപ്പെട്ടത് ഞങ്ങളുടെ വിപ്ലവാത്മകമായ പുരോഗതിയാണെന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോയി. അപ്പൊ സാംസ്കാരികം ആരൊക്കെയോ കൊണ്ടുപോയി, ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുപോയി. ആ ധാർമ്മികതയും പീഡനങ്ങളുടെയും ലൈംഗിക അരാജകത്വത്തിന്റെയും അഴിമതിയുടെയും ഒക്കെ കഥകൾ വരുമ്പോ നിങ്ങൾ മാത്രമല്ല ഞങ്ങളും ഉണ്ട് എന്ന് കാണിക്കാവുന്ന രീതിയിൽ എടുത്തു പറയാവുന്ന ആളുകൾ അതിലേക്കും വന്നു. അപ്പൊ ധാർമ്മികതയും പോയി. സാമ്പത്തികം നേരത്തെ തന്നെ പലിശയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഓരോ ഇഴകളിൽ ഇങ്ങനെ പോകുമ്പോ അടുത്ത ഇഴയിൽ പിടിക്കുന്നു, അത് പോകുന്നു. നമസ്കാരം മാത്രം നമ്മുടെ മുമ്പിൽ ബാക്കിയായി. ഇതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ അവന്റെ ബാധ്യതകൾ അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. ആ ബാധ്യത ഇനിയും കൈമോശം വന്നു പോയിട്ടില്ലാത്ത നമസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ നമസ്കാരം എന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്. എന്റെ നമസ്കാരം എന്റെ സമൂഹത്തെ സ്നേഹിക്കാൻ എന്നോട് പറയുന്നു. ഞാൻ എന്റെ സമൂഹത്തെ സ്നേഹിക്കേണ്ടത് എന്റെ സമൂഹത്തിൽ നന്മ കൽപ്പിച്ചുകൊണ്ടും തിന്മ വിരോധിച്ചുകൊണ്ടും നന്മയിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടുമായിരിക്കണം. എന്റെ നമസ്കാരം എന്റെ കുടുംബത്തിൽ ഞാൻ മാന്യനായിരിക്കണമെന്ന് എന്നോട് കൽപ്പിക്കുന്നു. എന്റെ നമസ്കാരം എന്റെ സമൂഹത്തിൽ ഞാൻ പുലർത്തിപ്പോരേണ്ട മൂല്യങ്ങളെ കുറിച്ച് എന്നോട് കൽപ്പിക്കുന്നു. എന്റെ നമസ്കാരം എന്റെ അയൽവാസിയോടുള്ള എന്റെ പെരുമാറ്റത്തെ കുറിച്ച് എന്നോട് കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ ഒന്നും ഇടപെടാത്ത നിർജീവമായ ഒരു നമസ്കാരമാണ് നമ്മുടേത് എങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയാത്ത, മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയാത്ത, മനുഷ്യരുടെ ഇടയിൽ ഇടപെടാൻ കഴിയാത്തതാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരവും നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, നാം ഇനിയും ചിറകുകൾ ഓരോന്ന്, തൂവലുകൾ ഓരോന്ന് അടർത്തി മാറ്റിയതിനു ശേഷം കാൽക്കീഴിലേക്ക് വിതറപ്പെട്ട, ആരുടെയൊക്കെയോ കാൽക്കീഴുകളിലേക്ക് വിതറപ്പെട്ട ധാന്യമണികളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടവരായി മാറുമെന്നതാണ് ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം എന്ത് എന്ന് ചോദിച്ചാൽ, നാം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നാളെ കടന്നു ചെല്ലണം എന്ന് പ്രതീക്ഷാപൂർവം പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ കേവലം പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നവരല്ല. നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടേണ്ടത് അങ്ങേയറ്റത്തെ പരിശ്രമങ്ങളിലൂടെ തന്നെയാണ് നിനക്ക് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുക. ആ യാത്രയിൽ നിന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടേണ്ട നന്മകളുടെയും മൂല്യങ്ങളുടെയും സാമൂഹ്യ പാഠങ്ങളുടെയും അള്ളാഹുവിന്റെ ദീൻ നിന്നെ പഠിപ്പിച്ചു തന്ന ധാർമ്മിക മൂല്യങ്ങളുടെയും ചേരുവകൾ ജീവിതത്തെ ഭംഗിയാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് എങ്കിൽ
പ്രിയമുള്ളവരെ, നമ്മൾ ഇനിയും നിരന്തരം നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, മാന്യനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ, ഉദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചനയിൽ ചാടിച്ചത് ഏത് ഘടകമാണ് നിന്നെ ചതിയിൽ ചാടിച്ചത്? മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഒരൊറ്റ വിശദാംശങ്ങളുടെയും ആവശ്യമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ ചോദിച്ചു വെക്കുന്ന അതിമഹത്തായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം നമ്മെ ഓരോരുത്തരുടെയും ചങ്കിൽ കറക്കുന്ന വിധത്തിൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തണം. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹറസ്. നിങ്ങളെ അല്ലാഹുവിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്നത് ഈ തുച്ഛമായ ഭൗതികമായ വിഭവങ്ങൾ, നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ സമ്പത്തിനോട്, നിങ്ങളുടെ വീടിനോട്, നിങ്ങളുടെ വാഹനത്തോട്, നിങ്ങളുടെ നാൽക്കാലികളോട്, നിങ്ങളുടെ ബിസിനസിനോട് ഒക്കെയുള്ള ഇഷ്ടമാണോ? ആണെങ്കിൽ ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, അതൊക്കെയും ഈ ഭൗതികമായ തുച്ഛമായ വിഭവങ്ങളാണ്. ആ വിഭവങ്ങൾ നിങ്ങളെ ചതിയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ വിഭവങ്ങൾ നിങ്ങളെ നഷ്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളോട് ഇനിയും നേരത്തെ ഉദ്ധരിച്ച ചോദ്യം കൊണ്ട് പിടിച്ചു നിർത്താൻ പാകപ്പെടേണ്ടതുണ്ട്. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്കായിരിക്കും കടന്നു ചെല്ലേണ്ടത്. എന്റെ റബ്ബിന്റെ മുമ്പിലേക്കുള്ള എന്റെ യാത്രയിൽ എന്നോടൊപ്പം കൂടെ കൊണ്ടുചെല്ലാൻ എന്റെ നാഥൻ എനിക്ക് അനുവദിച്ചു തന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചതുപോലെ ഒരു മനുഷ്യന് 3 കൂട്ടുകാരുണ്ടായിരുന്നു. ആ 3 കൂട്ടുകാരിൽ ഒന്നാമത്തെ കൂട്ടുകാരനാകുന്ന അവന്റെ സമ്പത്ത് അവന്റെ മരണത്തോടുകൂടി, നിനക്ക് രോഗം വന്നോ, ഞാൻ നിന്നെ ചികിത്സിക്കാം. നിനക്ക് വസ്ത്രം വേണോ, ഞാൻ നിനക്ക് വസ്ത്രം തരാം. നിനക്ക് ഭൗതികമായ എന്തെങ്കിലും വേണ്ടതുണ്ടോ, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ആ ഒന്നാമത്തെ കൂട്ടുകാരൻ നിന്റെ മരണത്തോടുകൂടി മറ്റൊരു യജമാനനെ തേടി പോയിരിക്കുന്നു. ഈ കൂട്ടുകാരന് ഇനി നീയുമായൊരു ബന്ധവുമില്ല. രണ്ടാമത്തെ നിന്റെ കൂട്ടുകാർ നിന്റെ ഖബറിന്റെ അടുക്കലേക്ക് വന്ന് മണ്ണ് വാരിയിട്ട് നിന്നെ യാത്രയയച്ച് സലാം പറഞ്ഞ് അവരും പിരിഞ്ഞു പോയിരിക്കുന്നു. നിന്നോടൊപ്പം നിനക്ക് കൊണ്ടുപോകാനുള്ള, ഇനിയും അങ്ങോട്ടുള്ള നിന്റെ യാത്രയിലുടനീളം നിനക്ക് കൂടെ കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല അമലുകളാകുന്ന നിന്റെ കൂട്ടുകാരുണ്ട്. ആ അമലുകളാകുന്ന കൂട്ടുകാരിൽ നിന്റെ സമൂഹത്തിൽ നീ ചെയ്തു വെച്ച, നിന്റെ സമൂഹത്തിന് വേണ്ടി നീ ചെയ്തു വെച്ച, നിനക്ക് വേണ്ടി നീ ചെയ്തു വെച്ച ഓരോ അമലുകളെയും അള്ളാഹുവിന്റെ മുമ്പിൽ മൂല്യവത്തായ, മൂല്യമുള്ള സൗഹൃദമായി കൂടെ കൂട്ടാൻ കഴിയും. പ്രിയമുള്ളവരെ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഇത്രമേൽ നമ്മളോട് താക്കീത് നൽകിയിട്ടും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പരസ്പരം സലാം പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളിൽ ഒരാളും പരസ്പരം സ്നേഹിക്കുന്നത് വരെ വിശ്വാസിയാവുകയില്ലെന്നും വിശ്വാസിയാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്ന് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. സലാം വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, താങ്കളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ആശംസയാണല്ലോ. വെറുതെ ഒരു മനുഷ്യനെ ആശംസിക്കാൻ കഴിയുന്നതല്ല, ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുള്ളവന് പറയാൻ കഴിയുന്ന ആശംസാവാചകമാണത്. അതേ സ്നേഹത്തിന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോ തുല്യ അളവിൽ അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചേർത്ത് വെച്ചുകൊണ്ട്, സഹോദര, ഞാൻ താങ്കൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു, അഥവാ താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനേക്കാൾ ഊഷ്മളമായി ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനായിരുന്നു പ്രാർത്ഥിച്ചത്? പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയാണ്. പരസ്പരം സ്നേഹിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള യാത്രയിൽ
നിങ്ങൾ പരസ്പരം താങ്ങും തണലുമായി മാറുന്ന വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. നിങ്ങൾ സബർ കൊണ്ട്, നിങ്ങൾ ഹഖ് കൊണ്ട് പരസ്പരം ഒന്ന് തിരുത്തേണ്ടവരല്ലേ? നിങ്ങൾ തിരുത്തുന്നില്ലെങ്കിൽ മറ്റാരാണ് തിരുത്താൻ മുന്നോട്ട് കടന്നു വരിക? പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മൾ തിരുത്തിയിട്ടില്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് പകരം വന്ന് തിരുത്തുമെന്ന പ്രതീക്ഷയൊന്നും നമ്മൾ കൊണ്ടു നടക്കേണ്ടതില്ല. നമ്മൾ തിരുത്തേണ്ടവരാണ്, സ്വയം തിരുത്തേണ്ടവരാണ്, സമൂഹത്തെ തിരുത്തേണ്ടവരാണ്. തിരുത്തുകളിൽ നിന്ന് തിരുത്തുകളിലൂടെ സമൂഹത്തെ നവീകരിച്ചെടുക്കേണ്ട ഒരു നവീകരണ പ്രക്രിയയുടെ നവോത്ഥാനം ഏൽപ്പിക്കപ്പെട്ട തലമുറയാണ് നമ്മളെന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം സാക്ഷിയാണ്, മനുഷ്യർ നഷ്ടക്കാരിൽ പെട്ടുപോയിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതം വിഫലമായി പോയിരിക്കുന്നു. അതല്ല, സഫലമായ ഒരു ജീവിതത്തെ, മനോഹരമായ ഒരു ജീവിതത്തെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭാരമേറിയ നന്മകളുമായി കൂടെ കൊണ്ടു ചെല്ലേണ്ട നല്ല ഒരു ഉത്തമമായ സമുദായമായി നാം മാറേണ്ടതുണ്ട്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന, അള്ളാഹുവിന് വേണ്ടി നന്മ കൽപ്പിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി തിന്മ വിരോധിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി പരസ്പരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഗുണകാംക്ഷികളുടെ ഏറ്റവും നല്ല കൂട്ടമായി അർഹമുറാഹിമീനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ വിജയം വരിക്കാൻ കഴിയുന്ന ഇഹലോകതർഹമായ പ്രതിഫലനവും പരലോകതർഹമായ പ്രതിഫലവും ലഭിക്കുന്ന നന്മകളെ ഉയർത്തിപ്പിടിച്ച് വിജയികളായി തീരുന്നവരുടെ കൂട്ടത്തിൽ പടച്ചറപ്പ് നമ്മയും നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും കുടുംബാദികളെയും പടച്ചറപ്പ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.